ഹലോ ഓൾ, വെൽക്കം ടു ദ വ്ളോഗ്. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഈ സൺഡേ കട്ടൻ ചായയോട് കൂടി തന്നെ ആരംഭിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര കോഫി ലവേഴ്സാണ്, ടീ ലവേഴ്സ് ഭയങ്കര കുറവാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കട്ടൻ ചായക്കകത്ത് കുടിച്ച് തുടങ്ങി നമ്മുടെ അടുക്കളയിലൊരു ബ്യൂട്ടി ഉണ്ടല്ലോ, രാവിലെ തന്നെ സൺലൈറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നത്. സാറ്റർഡേ നേരത്തെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് സൺഡേ രാവിലെ എണീച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ചമ്മന്തിക്കറിയും ഇഡ്ഡലിയുമാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. തേങ്ങ ചുരുണ്ടി വെച്ചാൽ പിന്നെ നമുക്ക് ചമ്മന്തിക്കറി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, വലിയ പാടൊന്നുമില്ല. പക്ഷെ രാവിലെ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും 7 മണി 8 മണി പ്രതീക്ഷിക്കരുത്. എൻ്റെ രാവിലെ എന്ന് വെച്ചാൽ 10 മണിയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടോണ്ട് ലേറ്റായിട്ട് എണീച്ചാലും ആരും വന്ന് എന്താ എണീക്കാത്ത, ഇത് കാപ്പി എടുക്കൂ ചായ എടുക്കൂ എന്നൊന്നും പറയാൻ വേണ്ടി ഇവിടെ ആരുമില്ല. അന്നേരം സാത്ത് പക്ഷേ എണീച്ചോടൻ ഒരു അരമണിക്കൂറിനുള്ളിൽ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വിശപ്പ് ആവും. എന്ന് വെച്ചാൽ അവൾ ഒരു സ്കൂൾ ടൈമാണല്ലോ ഫോളോ ചെയ്യുന്നത്. 8 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്ക് 10 മണിയാകുമ്പോൾ എണീച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങ് ഭയങ്കര വിശപ്പാകുമല്ലോ. അന്നേരം ഞാൻ പെട്ടെന്ന് നിന്നുകൊണ്ട് ആദ്യം തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്ന് ഫസ്റ്റ് ഞാൻ തട്ടിൽ മാവൊക്കെ നിറച്ച് ഇഡ്ഡലിക്കുള്ളത് സെറ്റാക്കി. പിന്നെ തേങ്ങ ഞാൻ പറഞ്ഞില്ലേ ചുരണ്ടി വെച്ചുകൊണ്ട് തന്നെ ചമ്മന്തിക്കറി ആക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇത് സാത്തി മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് വന്ന് ഇവിടെ വ്ളോഗ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഡലി പൂ പോലെ ഇരിക്കും, അത് കഴിക്കാൻ എന്ത് സ്വാദാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വന്തമായിട്ടിരുന്നങ്ങ് വ്ളോഗ് ചെയ്യലാണ് അവിടെ പരിപാടിയൊക്കെ. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അവളുടെ ഞാൻ അങ്ങനെ കൂടുതലൊന്നും ആഡ് ചെയ്യത്തില്ല. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റായി കേട്ടോ. സെറ്റായി ഇനി നമ്മുടെ സാത്തിക്കുട്ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഇന്നലെ സാറ്റർഡേ എൻ്റെ തൂക്കൽ തുടയ്ക്കൽ എല്ലാ പരിപാടികളും കഴിഞ്ഞുകൊണ്ട് ഭയങ്കര സ്വസ്ഥമായി ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട. സൺഡേയും അത്യാവശ്യം നല്ല പരിപാടികളുണ്ട്. അന്നേരം ഞാനും ഒന്ന് റെഡിയായി മുടിയൊക്കെ കെട്ടി ഒന്ന് ഫ്രഷ് ആവണം ഇനി, എന്നിട്ട് ഒന്ന് സെറ്റ് ആവണം. ഞാൻ പറഞ്ഞില്ലേ എണീച്ചോടെ ഞാൻ നേരത്തെ നിന്ന് വെച്ചാൽ ഇഡലി പാത്രത്തിൽ മാവ് നിറച്ച് പിന്നെ ചമ്മന്തിക്കറി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സാത്തിക്കുട്ടിയുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കും, വിശക്കണേന്ന് വിളിച്ചിട്ട്. അതുകൊണ്ട് എന്നാലും രാവിലെയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവണം. അപ്പം ഒരു വീക്കെന്ന് പറയുമ്പോൾ ചില ദിവസം ഭയങ്കരമായിട്ട് ഉള്ളൊരു വീക്കെന്ന് വിചാരിച്ചാൽ തിരക്കായിരിക്കും. എസ്പെഷ്യലി നമുക്ക് വർക്ക് ലോഡ് ചിലപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 12 hours കൂടുതൽ ഞങ്ങൾ വർക്ക് ചെയ്യും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീട്ടിൽ ഇപ്പോൾ മോളെ വിളിക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും എല്ലാ കാര്യം കൂടെ ആവുമ്പം ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും നമ്മുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർക്ക് ലോഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എന്താ ചെയ്യണമെന്ന്. ഞാനൊരു MNCയിൽ വർക്ക് ചെയ്യുകയാണ് അസോസിയേറ്റായിട്ട്. ഞങ്ങൾക്ക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റാണ്. ഏകദേശം ഞങ്ങളുടെ ടൈമിംഗ് എന്ന് വിചാരിച്ചാൽ 6 to വൈകുന്നേരം 6 to morning 3:30 ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ അമ്മ എല്ലാ മോളെ കൊണ്ടുവിടുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പരിപാടിയില്ല, ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആണ്. അപ്പം അന്നേരം രാവിലെ ഒരു സ്കിൻ കെയർ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ബീട്രൂട്ട് ഞാനിങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചുണ്ടിലും കവിളിലും ഒക്കെ തേക്കുക. അത് എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ, എനിക്കിങ്ങനെ സമയം കിട്ടും. പിന്നെ ചില ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു സെൽഫ് കെയർ ദിവസമായിരിക്കും, അന്ന് ഭയങ്കര മൂഡായിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളൊരു ആൻറ്റി ഉണ്ട്, രാവിലെ എണീച്ച് കുളിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറത്തുള്ളൂ. അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിയുമ്പം പിന്നെ പാരായണം വായിക്കൽ, അങ്ങനെ ഒരു എത്രയോ കൊല്ലങ്ങളായിട്ട് അങ്ങനെയാണ് കേട്ടോ. പുള്ളിക്കാരി വളരെ സിസ്റ്റമാറ്റിക്കാണ്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയത്തില്ലേ, കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ്. ഞാനത് എപ്പോഴും പറയും കേട്ടോ. പക്ഷെ നമ്മളെന്ന് വിചാരിച്ചാൽ രാവിലെ എണീക്കുന്ന കോലമെന്ന് വിചാരിച്ചൊരു കോലമായിരിക്കും. പ്രേതങ്ങളെ കിടക്കെ എണീച്ച് വരിക, ആ ഒരു കോലത്തിൽ നിൽക്കുക. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനെപ്പോഴും കുളിച്ചൊന്ന് ഇതാവുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മളെപ്പോഴും രാവിലെ എണീച്ച് നമ്മളൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വിചാരിച്ചാൽ 1-2 മാസത്തെ ഒരു പരിശ്രമമൊന്നും ആയിരിക്കത്തില്ല. ഒന്നെന്ന് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ശീലിക്കുന്നൊരു ചിട്ടയുണ്ടല്ലോ, അതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും കുറേ കാര്യങ്ങൾ. അപ്പം ഇനി വീഡിയോയിലോട്ട് വരാം. താത്തി ഇന്ന് എന്താണെന്നൂടെ മൊത്തത്തിൽ ഒരു കഥാപ്രസംഗം മൂഡിലാണ്. അപ്പോൾ രാവിലെ തന്നെ 1 കിലോ മത്തി കിട്ടിയിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. എനിക്ക് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എനിക്ക്
അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതെന്ന് നമ്മുടെ റോബോട്ട് കുഞ്ഞച്ഛനോ എല്ലാം വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കണമെന്ന്. അന്നേരം ഞാൻ കുട്ടിയെ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുപ്പിച്ചിരിക്കുന്നത്. അന്നേരം പൊളിച്ചിട്ടും തീരുന്നില്ല. എന്നാലും 1 മണിക്കൂർ കഴിഞ്ഞപ്പം എല്ലാം സെറ്റായി. അപ്പം അരപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മീൻ വെട്ടാൻ പോകുന്നത്. സാത്തിക്ക് മീൻ വറുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ വറുത്ത മീനായിക്കോട്ടെ. പിന്നെ ബാക്കി വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞില്ലേ, ഈയിടെയായിട്ട് എനിക്ക് നമ്മുടെ ഇക്കിഗൈ എന്ന് പറഞ്ഞൊരു ഓഡിയോ ബുക്സിൻ്റെ ഒരു ഫാനാണ് കേട്ടോ ഞാൻ. കുറേ ഓഡിയോ ബുക്സ് ഇങ്ങനെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര റിലാക്സിങ് ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു വർക്ക് കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഓഡിയോ ബുക്ക് എന്ന് വെച്ചാൽ കാം ഈസ് പവർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബുക്കാണ്. ഒരു ബുക്കിനകത്ത് വെച്ചാൽ ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ടെൽ അവർ മൈൻഡ് ടു നോട്ട് ടു റിയാക്ട് ബട്ട് ടു റെസ്പോണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവമല്ലേ, അങ്ങനെയല്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ മതി. അതാണ് കാംനെസ്സിൻ്റെ ഒരു സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ബേസിക്കലി ഇൻ ബർത്ത് നമുക്കൊരു ഹെറിറ്ററി ഫാക്ടർ ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾ കാമാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഭയങ്കര ക്വയറ്റായിട്ടുള്ള ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു വേർഷൻ കിട്ടുവാണെങ്കിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് കാമായിരിക്കണം. ഒരു ഏജ് കഴിഞ്ഞാൽ എനിക്കൊക്കെ ആണെങ്കിൽ രാവിലെ എണീച്ച ഉടൻ തന്നെ ഒരു മണിക്കൂർ എനിക്ക് സ്വസ്ഥമായിരിക്കണം. അതായത് കിടന്ന് ബഹളം വെക്കുക, TV ഓൺ ചെയ്യുക, ഇതൊന്നും എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിലെന്ന് വിചാരിച്ച ഉറക്കം എണീക്കുമ്പോൾ ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ ബഹളവും കാര്യങ്ങളും ഒക്കെയാണ്. അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറേ നേരം ഇങ്ങനെ കാമായിട്ടിരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാത്തി സ്കൂളിൽ പോയാൽ പിന്നെ നമ്മൾ വീട്ടിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ്, പക്ഷേ ഞാൻ ഹറിബറി ഇതേ കണക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ കൂടി വേറെ ഇങ്ങനെ എന്താ പറയുക, മൊത്തം ഒരു സൈലൻസ് ഒരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ തന്നെ ആയിരുന്നാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു കാം പേഴ്സൺ ആവും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി മെൻറ്റൽ എബിലിറ്റിയൊക്കെ നമുക്ക് കിട്ടും. ഇനി കുറച്ച് വീഡിയോയിൽ വിശേഷം കൂടെ പറയാം കേട്ടോ. അപ്പോൾ സൺഡേ ആകെക്കൂടി ഭയങ്കര തിരക്കായിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൺഡേ അല്ലായിരുന്നു, കഴിഞ്ഞ സൺഡേയിലുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കറി വെക്കുമ്പം സാത്തി എനിക്ക് ഉള്ളി പൊളിച്ച് തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലാതെ എൻ്റെ അമ്മ ജോലി ചെയ്യുന്നു അപ്പോൾ ഞാനത് സഹായിക്കണം എന്നൊരു മനോഭാവം അവൾക്കുണ്ട്. അല്ലാതെ ഞാൻ ചെറിയ കൊച്ചാണ്, എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചില പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പം അവർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഓരോരുത്തരും വളർത്തുന്ന കൂട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇപ്പം നമ്മുടെ കാര്യങ്ങളിൽ വേറെ ആരും ഇല്ലെങ്കിൽ അവരെയും കൂടി ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ച്, അതുപോലെ തന്നെ ഞാൻ കുട്ടികളുടെ ആ ഒരു ഇത് കേൾക്കാറുണ്ട് കേട്ടോ. ഒരു സാറുണ്ട്, ഒരു സുനിൽ കുരുവിള എന്ന് തോന്നുന്നു, ആ സാറിൻ്റെ സ്പീച്ചൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിലും നമ്മുടെ ഡിസിഷൻ വെച്ചാൽ ക്രിട്ടിക്കൽ ഡിസിഷൻസ് അല്ലാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ഇത് അവർക്ക് കൊടുക്കണം. അവരത് അങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പം അവരെന്തെങ്കിലും പരാതി വന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മോളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ മോൾ എങ്ങനെയായിരിക്കും എന്ന് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കണമെന്ന്. അപ്പോൾ ഞാൻ സാറിൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ് കേട്ടോ. എന്നിട്ട് സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളാരും ഒരു പെർഫെക്റ്റ് പാരൻസ് അല്ല. നമ്മൾ എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം എൻ്റെ കാര്യം പറയാം. ഇപ്പം ഞാനൊരു ഭയങ്കര പെർഫെക്റ്റ് മദറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കുറേയൊക്കെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുമ്പം അവളുടെ മുമ്പിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. കുഞ്ഞുങ്ങളത് കണ്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഫ്യൂച്ചർ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവത്തിന് അതൊരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കതൊന്നും അങ്ങനെ അവൾക്കങ്ങനെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പോഴെന്ന് വിചാരിച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഒരു കാമായിട്ട്, ഇപ്പം അങ്ങനെ ഇവിടെ ദേഷ്യമോ ഇവിടെ സങ്കടപ്പെടേണ്ടയോ ഒരു സിറ്റുവേഷൻസോ അങ്ങനെയൊന്നും ഇല്ല. അന്നേരം ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ ഒരു ഹാപ്പിനെസ് അവൾക്ക് കൂടുതൽ നൽകാൻ വേണ്ടി എനിക്ക് കഴിയുന്നുണ്ട്.
അതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി പാരൻസ് ആയിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഒന്ന് വിചാരിച്ച് നമ്മൾ ഹാപ്പി ആയിരിക്കണം, എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ബുക്കിലോട്ട് പോകാം കേട്ടോ. ബുക്കിലോട്ട് പോകുമ്പോൾ വീഡിയോയിലോട്ട് വരാം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് തുണിയൊക്കെ ഒരുപാട് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലും ഞാൻ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ കുറച്ചൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. അവളുടെ ഡാൻസ് കണ്ടില്ലേ. ഇന്ന് ഞങ്ങൾ കുറച്ചൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഷോപ്പിങ്ങിന് എന്തായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ മെമ്മറി ലോസ് ആയതെന്ന് തോന്നുന്നു. എന്തിനായിരുന്നു പോയതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അവൾക്ക് എന്തോ ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അതെ, അവൾക്കൊരു ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരം തന്നെ ഭയങ്കര ഫോട്ടോ സെക്ഷനിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൾ എന്നെ ഇങ്ങനെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പിന്നെ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചിട്ടാണ് നമ്മുടെ കറക്കം ആരംഭിക്കുന്നത്. അവിടെയാണെങ്കിൽ ഒടുക്കത്ത വെയിലായിരുന്നു. ഇത് നമ്മുടെ കൊട്ടിയം സിംലയിൽ പോയി അവിടെ കുറേ ബാഗുകൾ ഞങ്ങൾ ചെരുപ്പ് നോക്കി 1-2 അവർ അളവ് എടുക്കാൻ വേണ്ടി പോയ തക്കത്തിന് ഞാൻ ബാക്ക് സെക്ഷനിലൊന്ന് ചെന്ന് ചുമ്മാ നോക്കുന്നത് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് ഈ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മേടിച്ചില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ സാധനം ഇങ്ങനെ നോക്കാൻ, അതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കാൻ. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 6 ബാഗുണ്ട്. ഞാൻ എൻ്റെ ഒരു ബാഗിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ. അടുത്ത വീഡിയോയിലെല്ലാം ബാഗ് അപ്പോൾ നമുക്ക് യൂസ്ഫുൾ, അതായത് നമ്മൾ BA മദർ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ബാഗും കാര്യങ്ങളും. എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പം പാതിരാത്രി കേട്ടോ. ഇതേ കണക്ക് എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ ടൈം എന്ന് വെച്ചാൽ 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ തിരിച്ച് കയറിയപ്പോൾ അത്യാവശ്യം നല്ല രാത്രിയായി. പിന്നെ ഞങ്ങൾ പതിവ് പോലെ തന്നെ സ്നാക്സ് മേടിക്കുക, ചിക്കൻ സമൂസയും മുളക് ബജ്ജിയും എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് കാണുക, അത് കഴിക്കുക, പിന്നെ TV കാണുക, കുറേ നേരം ഇരുന്ന് വിശേഷം പറയാനാണ് ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് സ്പെൻഡ് ആയിരുന്നത്. ഞങ്ങളങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് TVയോ കമ്പ്യൂട്ടറോ അങ്ങനെയൊന്നും കാണത്തൊന്നുമില്ല. കൂടുതൽ നേരം സാത്വികമായിട്ടുള്ള സംസാരമാണ്. ഞാൻ ഈയിടെ സാത്വിയുടെ സ്കൂളിൽ പോയപ്പം അവിടെ അവളുടെ ആനിവേഴ്സറിക്ക് പോയിട്ട് ഇതൊക്കെ അവിടുന്ന് മേടിച്ചിരുന്ന ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ കേട്ടോ. അത് ഞങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഷോപ്പിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റിയൊക്കെ ലാഭിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ താത്തി പോയി സ്വിച്ച് ഓഫ് ചെയ്യുന്ന കണ്ടോ. ഇത് എപ്പോഴും കേട്ടോ. ഇനി ഞങ്ങൾ കുറച്ച് നേരം വിശേഷം പറയുക, TV ആണ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. സാത്തിയുടെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് പോയ സമയത്ത് അവിടെ ഇങ്ങനെ നമുക്ക് പ്രസംഗങ്ങളൊക്കെ ഇല്ലേ ഒരു ടീച്ചേഴ്സിൻ്റെ. അപ്പോൾ അതിൽ പറയുമായിരുന്നു നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ സംസാരിക്കേണ്ട, നീ ചെന്ന് പഠിക്കുക, നീ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറയണ്ട, ലെറ്റ് ദം ടോക്ക്. നമുക്കറിയത്തില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെയാണ് മാനസികമായിട്ടുള്ള പ്രശ്നമെന്ന്. നമ്മൾ 1-2 വട്ടം ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും മിണ്ടണ്ട, നീ വേറെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോടായിരിക്കില്ല സംസാരിക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ കുട്ടികൾ ഈ ഡ്രഗ്സ്, അങ്ങനെ ഈ ചീത്ത കൂട്ടുകെട്ട് അതിലോട്ട് പോകാനുള്ള മേജർ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ആ സ്പേസ് അവർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഇതൊക്കെ ഭയങ്കര സീനിയറായിട്ടുള്ള ടീച്ചേഴ്സ് അവിടെ പ്രസംഗിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സത്യമാണ്. നമ്മൾ അവരോട് കുറച്ചും കൂടെ തുറന്ന് സംസാരിക്കണം. ചുമ്മാ എടുത്തൊരു ഫോണിൽ ഒരു ഗെയിം എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഒരു വെബ് സീരീസിൻ്റെ മുമ്പിലിരിക്കുക, അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഒരുപാട് കൺസേൺ കാണും. കൊച്ചുങ്ങളാണെങ്കിലും ഇപ്പോൾ നമുക്കാണെങ്കിൽ കൺസേൺസ് കാണത്തില്ല ഓരോ കാര്യത്തിനും, അതേപോലെ കുഞ്ഞു പിള്ളേർക്കും കൺസേൺസ് കാണും. അപ്പോൾ അത് അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും. എൻ്റെ ജോലി എൻ്റെ വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായതുകൊണ്ട് ഞാൻ അധികം കേൾക്കില്ല. പിന്നെ അവൾ വരുന്ന സമയത്ത് ഞാനെല്ലാം ചോദിക്കും, ഇന്ന് ആരൊക്കെ ആയിട്ടാണ് അടികൂടിയത്, ഇന്ന് ആരൊക്കെ ആയിട്ടാണ് കളിച്ചത്, ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ബുക്കിൽ എന്തൊക്കെ ഹോംവർക്കാണ് തന്നേക്കുന്നത്, എല്ലാം വിശുദ്ധമായി ഞാൻ ഇങ്ങനെ കുത്തി ചോദിക്കാമെന്ന് പറയും. ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. ചെറിയ കുട്ടികളായതുകൊണ്ട്. ഇനി ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ. ഇത് കുറേ ഹുക്കാണ്. അതെന്തിനാന്ന് വിചാരിച്ചാൽ ഇവളുടെ കുറച്ച് ബാഗുകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഹുക്കുകൾ വേണമായിരുന്നു. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് മേടിച്ചാൽ. പക്ഷേ ഉണ്ടോ ഇവളുടെ ബാഗ് തൂക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പശയൊക്കെ അങ്ങ് പോയി ഇളകി വീണു. ഒരെണ്ണം ഉദ്ഘാടനം ചെയ്ത്. ഇതും ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതലും മേടിക്കുന്നത് വെച്ചാൽ ബാഗുകൾ ഇതേ കണക്ക് ബാഗുകളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടുത്ത വർഷത്തേക്ക് ഇവർക്ക് വേണ്ടിയുള്ള സ്റ്റീൽ പാത്രമാണ് കേട്ടോ.
പരീക്ഷിക്കാം. സ്കൂൾ അടച്ചത് പോലും ഇല്ല, അതിനു മുമ്പ് എന്തിനാണ് ചേച്ചി ഇങ്ങനെ മേടിച്ചിരിക്കുന്നത്? അതുകൊണ്ടൊന്നുമല്ല, ഞാൻ അതും ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ആട്ടോ. എല്ലാം കൂടെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ താങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേക്കും. ഇതെനിക്ക് വേണ്ടി ഒരു പേഴ്സ് എന്ന് വിചാരിച്ചാൽ എൻ്റെ വീക്ക്നെസ്സാണ്. ആ കുട്ടി പേഴ്സ് സാത്തിക്കുട്ടിക്ക് വേണ്ടിയാണ്. പിന്നെ ചെരുപ്പ് മേടിച്ചു. പിന്നെ ഞങ്ങൾ ബോക്സാട്ടോ മേടിച്ചത്. 2 ബോക്സ് ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. ഇതും അടുത്ത സ്കൂൾ ഓപ്പണിങ്ങിനാണ്. ഇതൊക്കെ എന്തിനാണെന്ന് നിൽക്കും എന്നുവെച്ചാൽ സാത്തിക്ക് ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് കുറഞ്ഞ ബോക്സാട്ടോ മേടിച്ചത്. അപ്പോൾ അവൾക്കൊരു കോംപ്ലക്സ്, അവൾക്ക് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ളൊരു ബോക്സ് ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്നതുണ്ട്. അപ്പോൾ അവൾ വന്നെപ്പോഴും പറയുമായിരുന്നു, എനിക്ക് മേടിച്ച് തരുമെന്ന്. ഞാൻ പറഞ്ഞു അടുത്ത വർഷം നിനക്ക് ഞാൻ മേടിച്ച് തരും. അത് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു 140 അത്രയും റേഞ്ചാണ് ഒരൊറ്റ ബോക്സിന്. അപ്പോൾ എനിക്കത് അത്രയും എക്സ്പെൻസീവായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ നേരത്തെ മേടിക്കാനത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ മേടിച്ച് തരാതിരിക്കാൻ കാര്യമൊന്നുമില്ല, എനിക്ക് ഞാൻ 2 ബോക്സ് മേടിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് 2 ഞാൻ മേടിച്ചു. 2 എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഈ വർഷവും അതിൻ്റെ അടുത്ത വർഷവും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇതൊക്കെ ഇരിക്കുന്ന കാര്യമാണല്ലോ, കേടായി പോകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ട്, ഭയങ്കര നല്ല ലുക്കാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ സാത്തിക്കുട്ടിയുടെ കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ ഇത് എന്ത് കോലമായിട്ട് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആ ഷോപ്പ് ചെയ്ത സാധനത്തിൻ്റെ വീഡിയോസും കൂടെ എടുത്ത ഒരു ദിവസം. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു സൺഡേ എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു ഷോപ്പിംഗ്, ഒരുമിച്ച് കുറച്ച് ആഹാരം കഴിക്കുക, ഫുഡ് ഉണ്ടാക്കുക, പിന്നെ കുറേ വിശേഷങ്ങൾ പറയുക. ഇത് സാത്തിക്ക് ഈ കണ്ണ് കെട്ടാതിരിക്കാൻ ഇങ്ങനെ കറുത്ത നമ്മളിപ്പം കയ്യിലും കാലിലും ഒക്കെ നമ്മൾ കെട്ടത്തില്ലേ, അത് ശരിക്കും കണ്ണ് ഇത് ചെയ്യാതിരിക്കാൻ, കണ്ണ് വിടാതിരിക്കാൻ വേണ്ടി. ഇത് ഞാൻ വീട്ടിൽ ഇടാൻ വേണ്ടി എനിക്കൊരു ചെരുപ്പും, ഇപ്പുറത്തത് സാത്തിക്കുട്ടിയുടെ ചെരുപ്പാണ് കേട്ടോ. അതെല്ലാം കൂടെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സാത്തി പറയുന്നത് അവൾക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹളം. അന്നേരം കുറച്ച് അവൾ വരാത്ത ദിവസത്തിൽ നോട്ട്സൊക്കെ അവൾ യൂട്യൂബ് നോക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ അടുക്കളയിൽ ചെന്ന് അവളുടെ 10 മണി സ്നാക്സ് അങ്ങനത്തെ പരിപാടികൾ എല്ലാം എടുത്ത് വെച്ച് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അവൾ തന്നെ അടുക്കി വെച്ചോളും. അല്ലേ ഇന്ന് ഭയങ്കര രസമായിരുന്നു അവളുടെ അടുക്കലും പറക്കലും ഒക്കെ. അതുകൊണ്ട് അവളിങ്ങനെ പറയായിരുന്നു സ്കൂളിൽ പോകണം, ഹോംവർക്ക് ചെയ്യണം, എന്തൊക്കെ കുഞ്ഞുങ്ങൾ നേരിടേണ്ട വിഷമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായൊരു കത്തിയടി. അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് ഒരുപാട് സംസാരിക്കുന്നത് അന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവൾ തന്നെ ഒന്ന് വ്ലോഗ് ചെയ്യും കേട്ടോ, അവളുടെ കണ്ണാടി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഉറങ്ങുന്ന അത്രയേ ഉള്ളൂ ഈ ഒരു സൺഡേ വ്ലോഗ്.